اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അതർഹിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ തമ്പുരാൻ അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുള്ള മതം അത് ഇസ്ലാം മതമാണ് എന്നും ആ മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര ചോദിച്ചിട്ടുള്ളത്. മതത്തിൻ്റെ നിയമങ്ങൾ, മതത്തിൻ്റെ ആചാരങ്ങൾ അതിൻ്റെ ആസാറുകൾ കച്ചവടം ചെയ്യാനോ അത് വിറ്റുകൊണ്ട് കാശുണ്ടാക്കാനോ ഇസ്ലാം ഒരിക്കലും തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ ആസാറുകളെ പൊക്കിപ്പിടിച്ച് പല രൂപത്തിലുള്ള കച്ചവടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ മനസ്സിലാക്കി പോരുന്നത് പ്രവാചകന്റെ തിരുകേശം അത് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും
അത് ബർക്കത്തെടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രവാചകന്റെ ആസാറുമായി കൊണ്ട് എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ എന്താണ് എന്ന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ചില ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകന്റെ മുടിക്ക് തിരുകേശത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ? പ്രവാചകന്റെ ഉമിനീരിന് എന്തെങ്കിലും ബർക്കത്തുകൾ ഉണ്ടോ? പ്രവാചകന്റെ വിയർപ്പിനും ശരീരത്തിനും എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടോ എന്നുള്ളത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ അതിനൊക്കെ വലിയ പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് പ്രവാചകന്റെ വചനങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അതുപോലെ തന്നെ ഉമനീര്, തുപ്പൽ, ഇതെല്ലാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ പരിശോധനകൾക്ക് വിധേയമാക്കിയാൽ സ്വഹാബാക്കൾ ബർക്കത്തെടുത്തതായിക്കൊണ്ടും അതിന് ശിഫയുണ്ട് എന്നൊക്കെ നിശ്ചയിച്ച ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് വ്യാജമായിട്ടുള്ള ഇത്തരം തിരുക്കേശപ്പുകൾ കൊണ്ടുവരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള വശങ്ങളെ ഒരിക്കലും തന്നെ നമുക്ക് തട്ടിക്കളയാനോ നിരാകരിക്കാനോ ഒരിക്കലും തന്നെ സാധ്യമല്ല. ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. യസീദ് ഇബ്നു അബി ഉബൈദ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റഅയ്തു അസറൽ ലറബതി ഫീ സാക്കി സലമത, സലമയുടെ കാലിൽ വെട്ടേറ്റു, അതിൻ്റെ അടയാളം ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മുസ്ലിം, സലമയുടെ ഒരു വിളിപ്പേരായിരുന്നു അബൂ മുസ്ലിം എന്നുള്ളത്. ഏ അബൂ മുസ്ലിം, മാ ആദിഹി ലറബത്തുൻ, എന്താണ് അങ്ങയുടെ കാലിൽ ഈ ഒരു അടയാളം, ഈ ഒരു വെട്ട് എന്താണ് എന്ന് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് സലമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദിഹി ലറബത്തുൻ അസാബനി യൗമു ഖൈബർ, ഖൈബർ യുദ്ധത്തിൽ എനിക്ക് ആ യുദ്ധത്തിൽ വെട്ടേറ്റതാണ്, അതിൻ്റെ അടയാളമാണ് എന്ന് ആ സ്വഹാബി പ്രതികരിക്കുകയുണ്ടായി. ഫഖാല അന്നാസ്, ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, ഉസീബ സലാമ, സലാമക്ക് വെട്ടേറ്റിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട് എന്ന്. ഫഅതൈതു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അബൂ സലാമ റളിയല്ലാഹുവിനെ കൊണ്ടുപോവുകയും ചെയ്തു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാൻ
ഫനഫസ ഫീഹി തലാസ നഫസാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് 3 തവണ അതിലേക്ക് പ്രവാചകൻ ഊതി. പ്രവാചകന്റെ തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട്, ഉമിനീരുകൾ തെറിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ 3 തവണ ഊതി. എന്നിട്ട് ആ സ്വഹാബ പറയുന്നുണ്ട്, ആ പ്രവാചകൻ അന്ന് ഊതിയത് കൊണ്ട് അതാ ഈ നിമിഷം വരെ എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. പ്രവാചകന്റെ ഉമിനീരിൽ അവിടുന്ന് ബർക്കത്തുണ്ട് എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മറ്റൊരു സംഭവം പ്രവാചകന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ ചെല്ലാറുണ്ടായിട്ടുണ്ട്. അവിടുന്നതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സുലൈം ഇല്ലാതിരിക്കുമ്പോൾ അവിടുത്തെ വീട്ടിൽ പ്രവാചകൻ വിശ്രമിക്കാറുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സുലൈമിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് ഉമ്മു സുലൈം അവിടെ വീട്ടിലില്ല. അവിടെ പ്രവാചകൻ ഉമ്മു സുലൈമിന്റെ വീട്ടിൽ വിരിപ്പിലതാ കിടന്നുറങ്ങുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉമ്മു സുലൈം കടന്നു വരികയാണ്, തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് കാണുന്നത് എന്താണ്? തന്റെ വിരിപ്പിൽ കിടക്കുന്നത് പ്രവാചകനെയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിരിപ്പിൽ കാണുന്ന രംഗം ഉമ്മു സുലൈം കാണുന്നത് വിയർത്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്നത്. അതാ അവിടുന്ന് തോലിൽ, വിയർപ്പിന്റെ തോലിൽ ആ വിയർപ്പെല്ലാം ഒരുമിച്ചു കൂട്ടി ആ വിരിപ്പിൽ നിന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു അതിങ്ങനെ പിരിച്ചുകൊണ്ട് ആ വിയർപ്പുകൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിലേക്ക് അവിടുന്ന് മാറ്റുകയാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞെട്ടി ഉണരുകയും ഉമ്മു സുലൈം റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഉമ്മു സുലൈം, നീ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്വഹാബ പറഞ്ഞു, ഇതാ അങ്ങയുടെ വിയർപ്പിന്റെ ബർക്കത്ത് ഞങ്ങളുടെ കുട്ടികൾ ഉപയോഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മറുപടി നൽകി, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന്. ഇമാം മുസ്ലിം, ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിക്കുന്ന മുത്തഫഖിനായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകന്റെ വിയർപ്പിൽ എന്തുണ്ട്? ബർക്കത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസുകളൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വ്യാജമായിട്ടുള്ള ഒരുപാട് ആധാറുകൾ നമ്മുടെ നാടുകളിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള വശത്തെ അറിയാതെ, മനസ്സിലാക്കാതെ എല്ലാറ്റിനെയും നിരാകരിക്കുന്നൊരവസ്ഥകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഇനി മറ്റൊരു സംഭവം നോക്കൂ നിങ്ങൾ. പ്രവാചകന്റെ ധാരാളം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ തുപ്പലുകൾ, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു എടുത്തിട്ടുള്ള ആ അവയവങ്ങൾ, ആ വെള്ളങ്ങൾ നോക്കൂ നിങ്ങൾ. അവിടെ നിന്നൊക്കെ ആ സ്വഹാബാക്കൾ അത് ബർക്കത്തിന് വേണ്ടി ഉപയോഗിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉർവത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുവാണേ സത്യം, ഞാൻ ധാരാളം രാജാക്കന്മാരുടെ അടുക്കലേക്ക് പ്രതിനിധിയായിക്കൊണ്ട് എന്നെ അയക്കപ്പെട്ടിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കിസ്റയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ കൈസറിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, നജ്ജാശിയുടെ കൊട്ടാരത്തിലേക്ക്
രാജാവിൻ്റെ അടുക്കലേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികൾ ആദരിക്കുന്നത് പോലെ മറ്റൊരു രാജാവും അവിടുന്ന് ആദരിക്കുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു, ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി അല്ലാഹുവാണേ സത്യം, ഇൻ യതനഹമു നുഹാമതൻ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും ഫദാലക ബിഹാ വജ്അഹു വജ്ലദഹു. അദ്ദേഹം അവിടെ വിശദീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിയാൽ അവരുടെ ആരുടെയെങ്കിലും കയ്യിലല്ലാതെ അത് വീഴാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുപ്പിയാൽ സ്വഹാബാക്കൾ കൈ കാണിച്ച് അത് എന്നിട്ട് സ്വഹാബത്ത് എന്താണ് ചെയ്യുന്നത്? മുഖത്തും ശരീരത്തും അതുകൊണ്ട് ഉരസുകയും ചെയ്യും. അത് മാത്രമല്ല, പ്രവാചകനെ കുറിച്ച് അവർ പറഞ്ഞത് വഇദാ തവല്ലഅകാദു യക്തതിലൂന അലയ്യൽ വുളൂഅ, അവിടുന്ന് വുളൂ എടുത്ത വെള്ളത്തിന് വേണ്ടി അവർ മത്സരിക്കാറുണ്ടായിരുന്നു, അതിൻ്റെ ബർക്കത്തുകൾ ലഭിക്കാൻ വേണ്ടി. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ സവിശേഷതകളായിക്കൊണ്ട്, പ്രവാചകന്റെ ആസാറുകളായിക്കൊണ്ട് അവിടുന്ന് സ്വഹാബത്തുകൾ എന്തൊക്കെ ബർക്കത്തുകൾ എടുത്തു എന്നുള്ളത് കൃത്യമായി ഹദീസുകളിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, പ്രവാചകന്റെ മറ്റൊരു സവിശേഷതയായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെയും ഒരു പ്രത്യേകതയായിക്കൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവിടുന്ന് വിശദീകരിക്കപ്പെട്ടു. എന്താണ് വിശദീകരിച്ചിട്ടുള്ളത്? തീർച്ചയായും നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ആദം നബിയെ സൃഷ്ടിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അത് വെള്ളിയാഴ്ചയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. പ്രവാചകൻ പറയുകയാണ്, ഈ ദിവസത്തിൽ നിങ്ങൾ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ആ സ്വലാത്തുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഈ വാക്ക് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ശരീരം ദ്രവിച്ച് മണ്ണായി കഴിഞ്ഞാൽ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് താങ്കൾക്ക് എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുക? സ്വഹാബത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമ അലൽ അർളി അജ്സാദിൽ അംബിയാ, അല്ലാഹു പ്രവാചകന്മാരുടെ ശരീരത്തെ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. സഹോദരന്മാരെ, മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ മണ്ണിലേക്ക് എടുത്തു വച്ചാൽ അയാളുടെ മണ്ണുമായി കൊണ്ട് ആ ശരീരം അതാ ഇഴകിച്ചേരും, അതെല്ലാം ദ്രവിച്ചു പോകും. അതെല്ലാം ദ്രവിച്ചു പോകും. പൂക്കളും പുഴുക്കളും വണ്ടുക്കളും നമ്മളെ അങ്ങനെ കൊത്തിക്കീറിക്കൊണ്ട് വലിച്ചിറക്കും. എന്നാൽ ഇത് സംഭവിക്കുകയില്ല. ആർക്ക്? പ്രവാചകന്മാരുടെ ശരീരത്തിന്. പ്രവാചകന്മാരില്ലേ, അവരുടെ പ്രത്യേകതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായി കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്കെന്താക്കിയിട്ട് തന്നിട്ടുണ്ട്, ഇവിടെ പഠിപ്പിക്കപ്പെട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്ന വളരെ വിവാദമായിട്ടുള്ള വിഷയം എന്തുള്ളതാണ്? പ്രവാചകന്റെ മുടി എന്നുള്ളത്. ഏതോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന മുടികൾ
ഇന്നതേ വ്യാജമായിട്ടുള്ള മുടികൾ കൊണ്ടുവന്ന് പ്രവാചകന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വലിയ കാര്യങ്ങൾ, തെളിവുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ തെളിവായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഇതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ സഹോദരന്മാരെ? പ്രവാചകന്റെ മുടി എങ്ങനെയായിരുന്നു എന്ന് ഹദീസിലുണ്ട്. എങ്ങനെയായിരുന്നു? പ്രവാചകന്റെ ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആ പ്രവാചകന്റെ മുടി എങ്ങനെയായിരുന്നു വരെ ഹദീസുകളിൽ കാണാം. അല്ലേ? പ്രവാചകന്റെ ഹദീസിൽ കാണാം, കാന ശഅറുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി റജിലൻ, അവിടുന്ന് പ്രവാചകന്റെ മുടിയെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ലൈസ ബി സബത്തിൻ, പ്രവാചകന്റെ മുടിയെ വർണ്ണിച്ചത് എങ്ങനെയാണ്? നീണ്ട് കിടക്കുന്നതായ മുടിയായിരുന്നില്ല പ്രവാചകന്റേത്. പ്രവാചകന്റെ മുടിയെ വർണ്ണിച്ചത് എങ്ങനെയാണ്? ചുരുണ്ടതോ ഏറെ നീണ്ടു കിടക്കുന്നതോ ആയിരുന്നില്ല, മിതമായ വിധത്തിൽ ചുരുണ്ടതായിരുന്നു പ്രവാചകന്റെ മുടി. രണ്ടു ചെവിക്കും പിരടിക്കുമിടയിലായിക്കൊണ്ട് അത് താഴ്ന്ന് കിടന്നിരുന്നു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകന്റെ മുടിയെക്കുറിച്ച് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, ആ മുടിക്ക് വല്ല ബർക്കത്തുമുണ്ടോ? യഥാർത്ഥത്തിൽ പ്രവാചകന്റെ മുടിക്ക് ബർക്കത്തുണ്ട്, സംശയങ്ങളില്ല. പ്രവാചകന്റെ മുടിയെക്കുറിച്ച്, പിരികത്തെക്കുറിച്ച് പോലും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ചേർന്ന് നിൽക്കുന്ന പിരികമായിരുന്നു. കറുത്ത കളറുള്ള കട്ടിയുള്ള മുടിയായിരുന്നു പ്രവാചകന്റെ മുടിയും പിരികവുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ചെവിക്കുറ്റി വരെ അത് താഴ്ന്നു നിന്നിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ ചുമലുകൾക്കിടയിൽ തട്ടുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. 3 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഒന്നാമത്തെ പ്രയോഗം ഇവിടെ പ്രവാചകന്റെ ഹദീസുകൾ വിശദീകരിച്ചിട്ടുള്ളത് വഫ്ര എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്റെ മുടിയെക്കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ളത് വഫ്ര എന്നുള്ളതാണ്. ചുമലു വരെ ഇറങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത് ലുമ്മ എന്നാണ് പ്രവാചകന്റെ മുടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അഥവാ ചുമലിൽ മുട്ടി നിൽക്കുന്നത് ലുമ്മ എന്ന പദപ്രയോഗമാണ്. മൂന്നാമത്തത് ജുമ്മ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ചെവിക്കുറ്റി വരെ നീണ്ടു നിൽക്കുന്നത് എന്ന പദപ്രയോഗമാണ് പ്രവാചകന്റെ മുടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, ധാരാളം ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. പ്രവാചകന്റെ തലമുടിയിൽ 20 മുടികൾ മാത്രമാണ് അവിടുന്ന് നരച്ച മുടികൾ ഉണ്ടായിട്ടുള്ളത്. എത്ര മുടികൾ നരച്ചു എന്നുവരെ പ്രമാണങ്ങൾ നമ്മളെ വിശദീകരിച്ചു തരുന്നുണ്ട്. അത് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുടികളിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഹജ്ജത്തുൽ വദാഇൽ നോക്കൂ നിങ്ങൾ, തലമുണ്ടനം ചെയ്യപ്പെട്ട പ്രവാചകൻ ആ തലമുടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് വിതരണം ചെയ്തു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവിടുന്ന് ആ മുടി കൊണ്ട് സ്വഹാബാക്കൾ ബറക്കത്തെടുത്തിട്ടുണ്ട്, സംശയങ്ങളില്ല. ഓരോ സ്വഹാബത്തിനും 1-2 മുടികൾ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ അവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അത് മാത്രമല്ല, ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലമുണ്ടനം ചെയ്ത വേളയിൽ സ്വഹാബാക്കളതാ ചുറ്റും നിന്നുകൊണ്ട്
ഒരു മുടി പോലും നിലത്തേക്ക് വീഴാതെ തന്റെ കൈകളിലേക്കതാ ആ സ്വഹാബ അത് സ്വീകരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ആ മുടികൾ എടുത്തുകൊണ്ട് സ്വഹാബാക്കൾ ബർക്കത്തെടുത്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശങ്ങൾ കൊണ്ട് സ്വഹാബാക്കൾ ബർക്കത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ബർക്കത്തെടുത്തിട്ടുണ്ട് എന്ന് ശറഹ് മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്റെ വഫാത്തിനു ശേഷം ഉമ്മു സലമ, അനസ് റളിയല്ലാഹു അൻഹു, മുആവിയ, മുഹമ്മദ് ഇബ്നു സീരീൻ, മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, ഈ തുടങ്ങിയ ആളുകളെല്ലാം, മഹത്തുക്കളെല്ലാം അവരുടെ കൈകളിൽ ഏതാനും മുടികളുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഹദീസിൽ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? അതൊരു കച്ചവടമാക്കിയിട്ടില്ല. നമ്മുടെ നാട്ടിൽ നടക്കപ്പെടുന്നത് പോലെ അതൊരു കച്ചവടമാക്കിയിട്ടില്ല. അത് വെള്ളത്തിലിട്ട് അത് ആളുകളിലേക്ക് വിറ്റ് അതിൽ നിന്ന് കാശുണ്ടാക്കുന്നൊരു സമ്പ്രദായ രീതി സ്വഹാബാക്കൾ ഒരാളും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറെ വിവാദങ്ങളായിക്കൊണ്ടിരിക്കുന്ന ഈ മുടികൾ നോക്കൂ നിങ്ങൾ. പ്രവാചകന് ശേഷം അത് കൃത്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള ഹദീസുകൾ പോലുമില്ല. സ്വഹാബാക്കൾക്ക് അവർ കൈമാറിക്കൊണ്ടവർ എടുത്തു വെച്ചു എന്നതിന് കൃത്യമായ രേഖകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, അവിടുന്ന് സ്വഹാബാക്കൾ അത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബർക്കത്തുകൾ അവർ എടുത്തിട്ടുണ്ട് എന്നുള്ളത് പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ട് കൃത്യമാണ്, യാതൊരു സംശയങ്ങളുമില്ല. പക്ഷെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളതിന് പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. സ്വഹാബത്തിന്റെ ചരിത്രങ്ങളും നമുക്കൊരിക്കലും തന്നെ കാണാൻ സാധ്യമല്ല. ഏതോ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള, ഹസ്രജ് കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടുള്ള മുടികൾ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് വലിയ ബർക്കത്തെടുത്തുകൊണ്ട് ആളുകളിൽ നിന്ന് പോക്കറ്റുകൾ ആ കീശയിൽ നിന്ന് സമ്പത്തുകൾ കൊടിയുന്ന രംഗമാണ് മതത്തിന്റെ പേരിൽ മുസ്ലിം പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത്. ബർക്കത്തുണ്ടോ? സംശയങ്ങളില്ല. പ്രവാചകന്റെ വചനങ്ങളാണ് ഞാനും നിങ്ങളും കേട്ടിട്ടുള്ളത്. ബർക്കത്തുണ്ട് എന്നുള്ളത് ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു വചനം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. ആ വചനം സൂറത്തു തൗബയിലെ വചനമാണ്. സൂറത്തു തൗബയിലെ വചനം, സൂറത്തു തൗബയിലെ 34-ാമത്തെ വചനമാണ്. ഇത്തരം വ്യാജമുടികൾ, ആധാറുകൾ കൊണ്ടുവന്ന് കച്ചവടങ്ങൾ നടത്തുമ്പോൾ ഖുർആനിന്റെ വചനങ്ങൾ എത്ര കൃത്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ച ആളുകളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച പ്രയോഗം ഇങ്ങനെയാണ്: ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ, നിശ്ചയമായും പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്ന് വളരെ ആളുകൾ, കുറേ ആളുകൾ, ധാരാളം ആളുകൾ. ആരെക്കുറിച്ചാണ് പറയുന്നത്? നോക്കൂ നിങ്ങൾ, പണ്ഡിതന്മാരിൽ നിന്ന്, പുരോഹിതന്മാരിൽ നിന്ന്. എന്താ ഖുർആനിന്റെ പ്രയോഗം? ലിയഅകുലൂന അംവാലന്നാസ്, ജനങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി കൊണ്ട് തിന്നുക തന്നെ ചെയ്യും. ജനങ്ങളുടെ സ്വത്തുക്കൾ അന്യായമായി തിന്നുക തന്നെ ചെയ്യും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, ജനങ്ങളേതാ നല്ല മാർഗത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഇന്ന് പുലരുന്ന അവസ്ഥകളാണ് കാണുന്നത്.
ഖുർആന് പറഞ്ഞ പ്രയോഗം എന്താ? പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ആളുകളുടെ ധനം അന്യായമായി കൊണ്ട് തിന്നും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതോ മുടി കൊണ്ടുവന്നിട്ട് അല്ലേ, അതിൻ്റെ വെള്ളം കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് സമ്പത്ത് എന്താണ് അന്യായമായി കൊണ്ട് തിന്നുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് വയസുദ്ദൂന അൻ സബീലില്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുമെന്നുള്ളത്. പ്രവാചകന്റെ എന്നെ പറയപ്പെടുന്ന ആധാറുകൾ, പ്രവാചകന്റെ അത്തരം കാര്യങ്ങൾ ഇന്ന് അതുണ്ട് എന്ന് പറയാൻ ഒരിക്കലും തക്കതായിട്ടുള്ള സനദുകൾ നമ്മുടെ ലോകത്തില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ചെരുപ്പായിട്ട്, അതുപോലെ തന്നെ പാത്രങ്ങളായിട്ട്, മുടികളായിട്ട്, ഇങ്ങനെ പല രൂപത്തിൽ പല പ്രവാചകന്മാരുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിൽ വ്യാജമായി കൊണ്ട് പലതും ഇന്ന് സമൂഹത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് വിൽക്കുന്നത്. നോക്കൂ നിങ്ങൾ, അതൊക്കെ ഒരു സീസണുകൾ നോക്കിക്കൊണ്ട് ഓരോന്ന് അതിനു വേണ്ടി ഇങ്ങനെ പ്രഖ്യാപിക്കുക. നോക്കൂ നിങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹു, അവരൊക്കെ പ്രവാചകന്റെ മുടിയെടുത്ത് ബർക്കത്തെടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ മുടി ആരുടേതും എന്തായിട്ടില്ല, ഓരോ കൊല്ലം കൂടുമ്പോൾ അത് നീണ്ടിട്ടില്ല. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് വളർന്നിട്ടില്ല. നോക്കൂ നിങ്ങൾ, അങ്ങനെ ഹദീസിൽ നമുക്ക് കാണാനും സാധ്യമല്ല. നിയലില്ല എന്ന് പറയുന്നു. പ്രവാചകന്റെ ശരീരത്തിന് നിയലില്ല എന്നുള്ളത് ഹദീസിൽ വന്ന കാര്യം തന്നെയാണ്, സംശയങ്ങളൊന്നുമില്ല, യാതൊരു സംശയങ്ങളുമില്ല. പക്ഷേ അത് നീള അത് വലിപ്പം വെക്കുക എന്നൊക്കെ പറയുന്നത് ആളുകളെ പറ്റിക്കാൻ ചില സീസണുകളിൽ അതൊക്കെ മതത്തിന്റെ ലേബലിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വിൽപ്പന നടത്തുന്ന ഇത്തരം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമൂഹത്തിൽ കാണുമ്പോൾ അത് ശക്തിയായിക്കൊണ്ട് എതിർക്കേണ്ട ആളുകൾക്ക് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സത്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള ഹുബ്ബുകളും മഹത്വങ്ങളും സ്നേഹങ്ങളും അത് ജീവിതത്തിൽ നമ്മൾ കാണിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അവിടുന്ന് നൽകിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിലായിക്കൊണ്ട് അതിൻ്റെ ബാക്കി വിശദീകരണങ്ങൾ നമ്മൾ നൽകുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു ജനവിഭാഗത്തെ നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ഇന്ന് പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീൻ, ഗസ പോലെയുള്ള നാടുകളുടെ അവസ്ഥ വളരെ പ്രയാസം, നമ്മുടെ മനസ്സിലൊക്കെ ഏറെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ ഇന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരെ കണ്ടാലും കൊല്ലണമെന്നുള്ളൊരവസ്ഥ മാത്രമാണ് ഇന്ന് ശത്രുക്കൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത ധാരാളം പിഞ്ചു പൈതങ്ങൾ വരെ മരിച്ചു വീഴുന്ന കാഴ്ചകളാണ്
നെഞ്ചു പൊട്ടിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, ഇത്തരം സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അത് പ്രാർത്ഥന എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. ഏതു മിസൈലിനേക്കാളും, ഏത് ബോംബിനേക്കാളും, ഏത് വാളിനേക്കാളും വലിയ ആയുധമെന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. എല്ലാറ്റിനെയും തടുത്തു നിർത്താൻ പറ്റിയ ആയുധം അത് പ്രാർത്ഥനകൾ മാത്രമാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധത്തെ ഉപയോഗിക്കേണ്ട ഒരു സമയം കൂടിയാണ് എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും മറക്കരുത്. ആത്മാർത്ഥമായിക്കൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നെഞ്ചു പൊട്ടിക്കൊണ്ട് ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറക്കാൻ പാടില്ല. വിജയമുണ്ടാകും, സംശയങ്ങളില്ല. നിർഭയത്വമായിട്ടുള്ള രാജ്യമാക്കിക്കൊണ്ട് അള്ളാഹു അതിനെ മാറ്റും എന്നുള്ളതൊക്കെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സഹോദരന്മാർ, എന്തൊക്കെ ശത്രുക്കൾ, പീഡനങ്ങൾ, എന്തൊക്കെ രൂപത്തിലുള്ള അക്രമങ്ങൾ നടത്തിയാലും ആ ഫലസ്തീനിന്റെ മണ്ണിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എന്തൊക്കെ അവർ പിടിച്ചെടുത്താലും അതതുപോലെ തിരിച്ചു കിട്ടുന്നൊരു കാലഘട്ടം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന് നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഏറ്റവും വലിയ ആയുധത്തെ നമ്മൾ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നമസ്കാര ശേഷവേളകളിലൊക്കെ നമ്മൾ എന്താക്കണം? അത്തരം ജനതയെ നമ്മൾ ഒരിക്കലും തന്നെ മറക്കരുത് എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനതക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ മക്കൾക്ക് അല്ലാഹുവേ നിന്റെ സഹായങ്ങൾ നീ നൽകണമേ. അല്ലാഹുവേ, ഗസ്സയുടെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സഹായം നൽകണമേ. അല്ലാഹുവേ, അവരുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവേ, അവരുടെ കാൽപാദങ്ങളെ ഈമാനിക ശക്തികൾ കൊണ്ട് നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഉപദ്രവങ്ങളെ ശത്രുക്കളിൽ നിന്ന് നീ അകറ്റണമേ. അല്ലാഹുവേ, അവരിൽ പല ആളുകൾക്കും പരിക്കേറ്റുകൊണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവിടെ എല്ലാ പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് നീ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഗസ്സയിലും പലസ്തീനിലുമുള്ള ഒരുപാട് ആളുകൾ പട്ടിണികൾ കൊണ്ട് പ്രയാസമാണ്. അല്ലാഹുവേ, നിന്റെ ഭക്ഷണം നൽകി നീ അവരെ സഹായിക്കണമേ. അല്ലാഹുവേ, അവിടെ വിശപ്പുകൾ നീ ഭക്ഷണം നൽകിക്കൊണ്ട് നീ അവരെ വിശപ്പുകളെ അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണമേ. അല്ലാഹുവേ, അനീതിക്കും അക്രമത്തിനും ഇരയായിട്ടുള്ള ആ ജനതയെ നീ സഹായിക്കണമേ. അല്ലാഹുവേ, അവിടെ മനസ്സുകളിൽ നീ നിർഭയത്വം നൽകി നീ അവരെ സഹായിക്കണമേ. അല്ലാഹുവേ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവേ, ഗസ്സയിലുള്ള ഫലസ്തീനിലുള്ള ആളുകൾക്ക് നീ വിജയം നൽകണമേ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് നീ പരാജയം നൽകണമേ. അല്ലാഹുവേ, അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകി നീ അവരെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, അറിഞ്ഞുമറിയാതെയും രഹസ്യവും പരസ്യവുമായി കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ. ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടരെ നരകത്തിലേക്കും വേർതിരിക്കുമ്പോൾ
സ്വർഗത്തിലേക്ക് വേർതിരിക്കുന്ന ആളുകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ ധാരാളം രോഗികൾ പ്രാർത്ഥനകൾ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ രോഗത്തിന് നീ ശിഫ നൽകണമേ. അവിടെ രോഗത്തെ നീ സുഖപ്പെടുത്തണമേ. അല്ലാഹുവേ അവിടെ വേദനകൾക്ക് നീ ശമനം നൽകണമേ. പൂർണ്ണാരോഗ്യവും ദീർഘായുസ്സും അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ. എല്ലാ മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി കൊണ്ടൊക്കെ നമ്മളിൽ പല രൂപത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അല്ലാഹുവിന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. സുഖവും സൗഖ്യവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجر والدينا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد.